അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പുതുതലമുറ ചെന്നെത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി വേണ്ട. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകൾ, ചില ഫേസ്ബുക്ക് പേജുകൾ, അതുപോലെ ടെലഗ്രാം, ഇങ്ങനെ പലവിധമായ സമൂഹ മാധ്യമങ്ങളിൽ ചെന്ന് നോക്കിയാൽ അവിടെ ഇത്തരം പേജുകളുണ്ട്. അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ വിചിത്രമായ ചിത്രങ്ങൾ അവരറിയാതെ ഒളിഞ്ഞിരുന്ന് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന, മക്കൾ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ അനവധിയുണ്ട്. വീട്ടിൽ മകനല്ലേ എന്ന് കരുതി വളരെ സ്വതന്ത്രമായി അമ്മ പെരുമാറുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, അവനത് വിളമ്പിക്കൊടുക്കുന്നു. അപ്പോഴൊക്കെ ആ സ്ത്രീയുടെ ശരീരഭാഗത്തിൻ്റെ മുക്കും മൂലയുമൊക്കെ അമ്മ അറിയാതെ തന്നെ മകൻ കവർന്നെടുത്ത് ഇത്തരം പേജുകളിൽ ഇടുകയാണ്. ചിലർ സ്വന്തമായി പേജുകൾ ഉണ്ടാക്കി റീച്ച് കൂട്ടുന്നു. അങ്ങനെയുള്ള പിള്ളേർക്ക് വരുമാനവും കിട്ടുന്നുണ്ടത്രേ. ഇത്തരം കാര്യങ്ങളിൽ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന സൈറ്റുകൾ അനവധിയാണ്. എല്ലാം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവ. നമ്മളെന്ത് ചെയ്യണം, എന്ത് കാണണം എന്നൊക്കെ ഇത്തരം മാധ്യമങ്ങളിലൂടെ എന്ത് കാണണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വിദേശത്തിരുന്ന് ചിലരാണ്, പാശ്ചാത്യരാണ്, അവിടുത്തെ ഭരണാധികാരികൾ പോലുമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇൻസെസ്റ്റ് എന്ന അവസ്ഥ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതത്തിൻ്റെ അവസ്ഥയാണ്. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗികതയെ ആണ് ഇൻസെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ വിളിച്ചു വരുന്നത്. നമുക്കതിനെ സാഹിത്യത്തിൽ അഗമ്യഗമനം എന്ന് വിളിക്കാം. അഗമ്യഗമനം എന്നാൽ ഗമിക്കാൻ പാടില്ലാത്തടത്ത് ഗമിക്കുക, കയറാൻ പറ്റാത്തിടത്ത് കയറുക, ചെല്ലാൻ പറ്റാത്തിടത്ത് ചെല്ലുക. അത് പലപ്പോഴും അടുത്ത ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളെയാണ് മലയാളത്തിലും അങ്ങനെ എടുത്ത് പറയുന്നത്. ഇത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുവരവാണ്. അതിലേക്ക് ഈ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നു വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുട്ടികൾ എന്ത് കാണുന്നു, കൗമാരക്കാർ എന്ത് കാണുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അവരുടെ മൊബൈലിൽ അവരെന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത് എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. യുവാക്കളെ ഇങ്ങനെ വഴിതെറ്റിക്കേണ്ടത് ആർക്കാണ്? അവരെ നിഷ്ക്രിയരാക്കുക, സമൂഹത്തോടും ജനങ്ങളോടും ഒന്നും കടപ്പാടില്ലാത്തവരാക്കി മാറ്റുക, സ്വന്തം കുടുംബത്തോടു പോലും കടപ്പാടില്ലാത്തവരാക്കി മാറ്റുകയും അവനവൻ എന്ന് മാത്രം, അല്ലെങ്കിൽ അവളവൾ എന്ന് മാത്രം ചിന്തിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇത് ഒരു വലിയ പാശ്ചാത്യ മുതലാളിത്ത ഹിഡൻ അജണ്ട തന്നെയാണ്.